ഇതിപ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം പെയിൻ്റൊന്നും നേരെ അടിക്കാത്ത ബിൽഡിങ്ങാണ്. ഒരു വൃത്തി അത്ര മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഭംഗിക്കനുസരിച്ചിട്ടുള്ളൊരു, പക്ഷെ എന്നിട്ടും ഇവിടെ ഒരു രസം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, സാധാരണ ഉപ്പാപ്പ പറയലുണ്ട്, ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ രസം ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും. നമുക്ക് ചെറിയൊരു കാറ്റ് വരുമ്പോൾ കുറച്ച് ആകാശം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആകാശം നോക്കുന്നതിന് 15 ഗുണങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇപ്പം എല്ലാവരും ആകാശം നോക്കിയാൽ പിന്നെ ക്ലാസ് എടുക്കാൻ ആളുണ്ടാവില്ല, ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മനസ്സ് നന്നാകാൻ ആകാശം നോക്കൽ നല്ലതാണ്. മനസ്സിൻ്റെ ടെൻഷനെല്ലാം മാറും ആകാശം നോക്കിയിരുന്നാൽ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. പിന്നെ വല്ലാതെ നോക്കിയിരുന്നാൽ പിന്നെ ആളുകൾ കുതിരോട്ടത്തെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കങ്കനടിക്കാൻ പറ്റും കൊണ്ടുപോകും. എന്നാലും ഈ ആകാശം നോക്കലൊക്കെ വലിയൊരു ഇസ്ലാമിൽ കൂലിയുള്ള കാര്യമാണ്. കടൽ നോക്കൽ, ആകാശം നോക്കൽ, പ്രകൃതിയായിട്ടൊരു ഇണങ്ങൽ. ഇസ്ലാമിൻ്റെ ഒരു സിസ്റ്റം തന്നെ ഒരു റൊമാൻറ്റിക് സിസ്റ്റമാണ്. ഇങ്ങനെ ഒരു ഉണങ്ങിയ ഇസ്ലാമല്ല. ഇസ്ലാം എപ്പോഴും ഒരു ഗ്രീനറിയാണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ തീർച്ചയായും അത് വലിയ നല്ലൊരു സംഗതിയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. മങ്കൂസ് മൗലൂദുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. 15 മിനിറ്റ് 20 മിനിറ്റ് സമയം ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് സംസാരിക്കും. മങ്കൂസ് മൗലൂദ് അത് രചിച്ചത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. പൊന്നാനിയിൽ വബാ വ്യാപകമായി പടർന്ന സമയത്താണ് ഈ മങ്കൂസ് മൗലൂദിൻ്റെ രചന ഉണ്ടായത്. ഒരു വലിയ രോഗം വബാ ആ നാട്ടിൽ വ്യാപകമായപ്പോൾ, കൊറോണയെപ്പോലെ അക്കാലഘട്ടത്തിൽ പകർച്ചവ്യാധിയായി വന്ന രോഗത്തിന് പരിഹാരമായി അവർ കണ്ടത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രോഗത്തിനുള്ള ചികിത്സയായിട്ടാണ് മങ്കൂസ് മൗലൂദ്. മാത്രമല്ല, മങ്കൂസ് മൗലൂദിനെ മങ്കൂസ് എന്ന് പേരിടാൻ കാരണം, മങ്കൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയിലുള്ള അർത്ഥം മലയാളീകരിച്ചാൽ ചുരുക്കപ്പെട്ടത്, ക്രിസ്പാക്കിയത്, കുറച്ചും കൂടി ചെറുതാക്കിയത്. മഹാന്മാരുണ്ടാക്കിയ മറ്റു വലിയ മൗലൂദിനെ ഒന്നുകൂടി മുഖ്തസറാക്കിയ മൗലൂദ് എന്നുള്ള അർത്ഥത്തിനാണ് മങ്കൂസ് എന്ന മൗലൂദ് പേര് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ മൗലൂദിൻ്റെ ചില വരികൾ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചില വരികളും മങ്കൂസ് മൗലൂദിലുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മങ്കൂസ് മൗലൂദിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഗസാലി ഇമാമിൻ്റെയും കൂടെ ഒരു രചനാ വൈഭവം മങ്കൂസ് മൗലൂദിൻ്റെ ചില വരികളിൽ ഉണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗതി വബായിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രോഗമാണല്ലോ ഏറ്റവും വലിയ രോഗം. അപ്പോൾ മനസ്സ് നന്നാകാൻ, സൗണ്ട് കുറഞ്ഞോ, മനസ്സ് നന്നാകാനുള്ളൊരു വബായിനേക്കാളും വലിയ രോഗമാണ് നമ്മളെ മനസ്സിൻ്റെ കിബിർ, ഹസദ്, റിയാ. അപ്പോൾ അതെല്ലാം പോകാനുള്ളൊരു വലിയൊരു വഴിയാണ് മങ്കൂസ് മൗലൂദ്. പകർച്ചവ്യാധി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി കൊറോണ, അത് നമുക്ക് ചികിത്സിച്ച് കുറേയൊക്കെ ഭേദമാക്കാൻ പറ്റി. പക്ഷെ ഭേദമാക്കാൻ പറ്റാത്ത രോഗം എന്നുള്ളത് നമ്മളെ കിബിറാണ്. അതിപ്പോൾ ആരില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലുള്ളൊരു സാധനമുണ്ട്, കിബിർ എന്ന്. അത് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കിബിർ നമ്മളെ മനസ്സിലുള്ള. എനിക്ക് കിബിർ ഇല്ല എന്നുള്ള ചിന്ത, അതില്ലാത്ത ആരും ഉണ്ടാവില്ല. ഏകദേശം ആളുകൾക്ക് ഞാൻ പിന്നെ വലിയ ആളായിട്ട് പറയുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാം, അതന്നെ വലിയ കിബിറാണെന്ന്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ മാനസിക രോഗികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആദ്യമായിട്ട്. അല്ലാഹു തആല നന്നാക്കി തരട്ടെ നമ്മളെല്ലാവരെയും. രോഗം നമുക്കാണ് എന്ന തിരിച്ചറിവാണ് തീർച്ചയായിട്ടും ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ മങ്കൂസ് മൗലൂദ് അതിനെല്ലാം പരിഹാരമാണ് എന്ന് ഒരുപാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട കാക്കുപ്പാപ്പ കൊടകിൽ പിന്നെ മറവട്ട് കിടക്കുന്ന, എന്താണ് സ്ഥലത്തിൻ്റെ പേര്, കമ്പിമാണ, കൊടകിൽ ഉപ്പാപ്പ താജുശ്ശേരി ഉസ്താദിൻ്റെ അടുത്ത് ഓതിയ കാലത്ത്
പഠിച്ച ഒരു വ്യക്തിയാണ്. വലിയായി മജ്ദൂബായി മരണപ്പെട്ടവരാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഔലിയാവ് പട്ടത്തിലേക്ക് നീങ്ങിയത് എന്നൊരു ചർച്ച വന്നപ്പോൾ അവരുടെ സതീർത്ഥ്യന്മാരായ സഹപ്രവർത്തകരായ സഹപാഠികളായ ആളുകൾ പറഞ്ഞത്, എല്ലാ ദിവസവും വൈകുന്നേരം മങ്കൂസ് മൗലൂദ് ഓതാറുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് മഗ്രിബിന് മുമ്പായി മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുന്ന സ്വഭാവം മഹാനവറുകൾക്കുണ്ടായിരുന്നു. അപ്പം മങ്കൂസ് മൗലൂദാണ് മഹാനവറുകളെ വിലായത്തിൻ്റെ പട്ടത്തിലേക്ക്, ഔലിയായിൻ്റെ ലോകത്തേക്ക് എത്തിച്ചത്. അപ്പം അത്രക്കും വലിയ പവർ ഈ മങ്കൂസ് മൗലൂദിനുണ്ട്. മങ്കൂസ് മൗലൂദിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, CM വലിയുല്ലാഹിൻ്റെ ചരിത്രത്തിലും മങ്കൂസ് മൗലൂദിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മുടെ ശാരീരികമായ അസുഖങ്ങളെക്കാൾ മാനസികമായ അസുഖങ്ങൾ ഭേദമാക്കുമെന്ന് മാത്രമല്ല, ആത്മീയമായ ഒരു ഔന്നത്യം മങ്കൂസ് മൗലൂദിൻ്റെ പാരായണത്തിലൂടെ നമുക്ക് ലഭ്യമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാധാരണ സൂറത്തുൽ വാഖിയനെ സംബന്ധിച്ച് പറയലുണ്ട്. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യം അകറ്റാനുള്ളൊരു സൂറത്താണല്ലോ സൂറത്തുൽ വാഖിയ. ചില പണ്ഡിതന്മാർ തസവൂഫിൻ്റെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു വെക്കാറുണ്ട്, ഉദ്ധരണിയൊന്നും കണ്ടിട്ടില്ല, സൂറത്തുൽ വാഖിയ നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല ആത്മീയ ദാരിദ്ര്യത്തിനും പരിഹാരമാണ്. സൂറത്തുൽ വാഖിയ സ്ഥിരമായിട്ടൊരാൾ ഓതുകയാണെങ്കിൽ അയാളുടെ ആത്മീയതയ്ക്ക് നല്ല പവർ കിട്ടും. ആത്മീയമായിട്ട് അയാൾ ശുഷ്കിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്തകൾക്ക് എപ്പോഴും ഒരു സമ്പന്നത. ആത്മീയതമായുള്ള പൈസ എന്ന് പറഞ്ഞാൽ കനായത്ത് കിട്ടുക, സുഹൃദ് കിട്ടുക, ഈ ലോകത്തോട് വിരക്തി തോന്നുക, മറ്റുള്ളവരോട് കുനിഷ്ടും കുയിന്തും പോരൊന്നും ഇല്ലാതിരിക്കുക. ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ സൂറത്തുൽ വാഖിയ ഓതിയാൽ കിട്ടുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മങ്കൂസ് മൗലൂദ് എന്നുള്ളത് നമ്മുടെ ആത്മീയമായൊരു മരുന്നാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അപ്പം അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഹദീസ്, പിന്നെ മൗലൂദിൻ്റെ വിഷയത്തിൽ മൊത്തത്തിൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മുമ്പൊരിക്കൂടെ സൂചിപ്പിച്ചിനോ എന്നറിയില്ല, മഹബത്തിൻ്റെ വേദിയിൽ മൗലൂദിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കുന്ന വേദികൾ. അത് നമ്മൾ ശുദ്ധവാന്മാരായിരിക്കണം അതിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയിക്കുന്ന സമയത്ത്. വുളു ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. വുളു നമ്മളെപ്പോഴും ദായിമൻ കീപ്പ് ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് മൗലൂദിൻ്റെ സദസ്സുകൾ. രണ്ടാമത് നമ്മുടെ ചിന്ത മറ്റൊരു ചിന്തയിലേക്കും പോകാതെ കീപ്പ് ചെയ്യണം മൗലൂദിൻ്റെ സദസ്സിൽ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയുന്ന പാടുന്ന ഏത് സദസ്സാണെങ്കിലും ചാരിയിരിക്കാൻ പാടില്ല. അസുഖമുള്ള ആളുകളെ സംബന്ധിച്ചോ പ്രയാസമുള്ളവരെ സംബന്ധിച്ചോ അല്ല പറയണത്. ഇപ്പം നിങ്ങൾ കസേരയിൽ ചാരുന്നതിനെ കുറിച്ചല്ല, ഇരുത്തത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ചാരിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലേസി ആയിട്ട് ചാരിയിരിക്കാം, ഇയാൾ എന്തെല്ലാം പറയുന്നത് നോക്കാല എന്ന രൂപത്തിൽ ഇരിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി ആയിട്ട് ഇരിക്കണമല്ലോ കസേരയിൽ, ചാരാതെ നിർവാഹമില്ല, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് വീഴും. അപ്പോൾ ആ നിലക്ക് നമ്മളെ ഇരുത്തത്തിൽ പുറത്തേക്ക് തട്ടുന്ന അറിയാതെ തട്ടാം, മനഃപൂർവ്വം തട്ടിക്കും. ഇപ്പം നമ്മൾ തടിയുള്ള ആളുകളാകുമ്പോൾ കുറച്ച് പൽത്താഫ് ഞങ്ങളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടാവും ഇരിക്കാൻ, അപ്പോൾ ചാരിയിട്ട് ഇരിക്കേണ്ടി വരും. പക്ഷേ നമ്മളെ മനസ്സിൽ ഒരു ചാരലുണ്ടാവാൻ പാടില്ല. അതിപ്പോൾ ഇവിടുത്തെ വിഷയമല്ല പറയുന്നത്. പള്ളിയിൽ മൗലൂദിൻ്റെ സദസ്സിൽ നമ്മൾ ആദ്യം നോക്കൽ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന തൂണായിരിക്കും. ആ തൂണിലേക്കെങ്ങാനും പിറ്റേ ദിവസം ആരെങ്കിലും വന്നിരുന്നപ്പോൾ നമുക്ക് അതിനൊരു നോട്ടുണ്ട്, ഞാനല്ല അവിടെ ഇരിക്കുന്നത്, നീ എങ്ങനെ അവിടെ പോയി ഇരുന്നതെന്നുള്ളത്. അപ്പോൾ ചാരാതിരിക്കുക എന്നുള്ളത് മൗലൂദിൻ്റെ സദസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മൗലിയാമാർക്ക് മാത്രമല്ല നാടന്മാരായ ആളുകൾക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു നാട്ടിലൊരു ഖാളിനെ അടിച്ച സംഭവം. ഒരു ഖാളി ഇമാം ബഹുമാനപ്പെട്ട ഖാളിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ശിഫയിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഖാളി ശംഊൻ ഗാസിയ അല്ലാഹുമ്മ സല്ലി അബു ഹാസിം തങ്ങൾ, ഖാളിൻ്റെ പേരെനിക്ക് മറന്നുപോയി, അപ്പോൾ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഖാളി എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചു, റസൂലുള്ളാഹിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദിക്കുന്ന സമയത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ നടക്കുകയായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചോദിച്ചത്. ചോദിക്കുന്നത് ഖാളിയാണ്.
പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല ചാട്ടവാറ് കൊണ്ടൊരു അടിയടിച്ചു. ആര്? ഖാളീനെ നല്ലൊരു അടി കൊടുത്തു, ചാട്ടവാറ് കൊണ്ട് ഒരടി കൊടുത്തു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിഷമായി. ഫാഷ്ഫക്ക അലൈഹി, കുറച്ച് കഴിഞ്ഞിട്ട് ബേജാറ്. ഖാളീനെയാണ്, നാട്ടിലെ മഹല്ല് പ്രസിഡൻറ്റിനെ പള്ളിയിൽ ഉസ്താദ് തല്ലാണ് അർത്ഥം. അതന്നെ വലിയൊരു വിരോധാഭാസമാണ്, നമ്മൾ ഇക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. എന്തിനാണ് തല്ലിയത്? അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി ഉറക്കെ പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ചോദിക്കുന്നത് ഞാൻ നിൽക്കുന്ന സമയത്ത് ചോദിക്കരുത്, ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് മാത്രമേ ചോദ്യമേ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖാളിക്ക് വലിയ വിഷമായി, ചോദിച്ചത് ഹദീസാണല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹുവിന് സങ്കടമായി. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഖാളീനെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് 20 ഹദീസ് പറഞ്ഞു കൊടുത്തു. ചോദിച്ചെത്രയാണ്? 1 ഹദീസ്. അപ്പം തല്ലിയത് കൊണ്ട് 20 ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെക്കാണെങ്കിൽ എന്താ പറയുക, നിങ്ങളെ ഹദീസ് ആർക്ക് വേണം, തല്ല് കിട്ടിയ ചൂട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് പോകും. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഈ പറയപ്പെട്ട ഖാളി പറഞ്ഞത് എന്താണെന്നറിയോ? ലൗ സാദനി സിയാത്തൻ ഫയസീദുനി ഹദീസ, എനിക്ക് കുറച്ചും കൂടി തല്ല് കിട്ടിയിരുന്നെങ്കിൽ കുറേ കൂടി ഹദീസ് കിട്ടുമായിരുന്നല്ലോ. ഒരു തല്ലിന് 20 ഹദീസാണ് തന്നത്, ഒരു 10 തല്ലല്ല കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹദീസ് എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന് സയ്യിദുനാ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഖാളി പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, മൗലൂദിൻ്റെ സദസ്സ് അത് ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും അതിൻ്റെ അദബ് നമ്മുടെ ഖൽബിലേക്ക് തീർച്ചയായിട്ടും വരണം. പ്രത്യേകിച്ച് അതിലിരിക്കുന്ന ആളുകൾ ലാസ്റ്റ് ഈത്തപ്പാൻ ശരിയാക്കാൻ പോവുക, അല്ലെങ്കിൽ ചീരിനി ശരിയാക്കാൻ പോവുക. ആ സദസ്സിൽ പിന്നെ പുറത്ത് വളണ്ടിയറായിട്ട് ചെയ്യേണ്ട ആളുകൾ പണി ചെയ്യേണ്ടി വരും, അത് വേറെ വിഷയം. അപ്പോൾ പരിപാടി കഴിയുമ്പോൾ ഉസ്താദന്മാർക്ക് ഭക്ഷണം റെഡിയാക്കേണ്ടി വരുമല്ലോ. നമ്മളെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കണം, അതിൽ തന്നെ ആയിരിക്കണം. വാട്സപ്പിലോ മറ്റൊന്നിലുണ്ടാവാൻ പാടില്ല എന്ന് ആമുഖമായി അറിയിക്കുകയാണ്. സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദ. സുബ്ഹാനല്ലദി, എത്ര പരിശുദ്ധനാണവൻ. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഓൻ എന്ത് ഉഷാറാണ് പഠിച്ചോൻ. അള്ളാഹിനെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണമാണ് അടുത്ത ഭാഗത്തിലൂടെ മങ്കൂസ് മൗലൂദ് പറയുന്നത്. അള്ളാഹിന് ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണം സുബ്ഹാന എന്ന് പറഞ്ഞ വലിയൊരു ദിക്റാണ്. സുബ്ഹാന എന്ന് പറഞ്ഞൊരു അത്ഭുതം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം തോന്നുന്ന സമയത്ത് പഠിച്ചു ഇതൊക്കെ എനിക്ക് ചെയ്തല്ലോ, നമ്മളൊരു നല്ല കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്തൊരു അത്ഭുതമാണെന്ന് പറയണേ. ആ ഒരു അർത്ഥത്തിലാണ് സുബ്ഹാന എന്നുള്ള ദിക്ർ. അപ്പോൾ സുബ്ഹാന കൊണ്ടാണ് ഈ മൗലൂദ് തുടങ്ങുന്നത് തന്നെ. ഏറ്റവും വലിയ ഇതെല്ലാത്തിനും കാരണമായ അള്ളാഹുവിനാണ് പരിശുദ്ധി, അവനെയാണ് ഞാൻ വാഴ്ത്തുന്നത്. ഇവിടെ വാഴ്ത്താൻ കാരണം എന്താ? അല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ്. അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച ഖമറ നബിയിൽ ഹുദാ, ഹുദയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ചന്ദ്രനെ ഉദിപ്പിച്ച പടച്ച റബ്ബിനാണ് എൻ്റെ സ്തുതി. ഞാൻ അവൻ്റെ പരിശുദ്ധിയെ അത് കാരണം വാഴ്ത്തുന്നു എന്നാണ് ഇതിൻ്റെ ആദ്യ വരിയിൽ പറയുന്നത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഉപയോഗിക്കുന്നത് ഖമർ എന്നാണ്. ഖമർ ഉദിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന്, ലോകത്തിന് വെളിച്ചമായി, ചന്തമുള്ള വെളിച്ചമായിട്ടാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മിലേക്ക് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹാന്മാർ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. റബീഉൽ അവ്വലിനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടക്കുന്നത്. പണ്ഡിതന്മാർ വിശാലമായി തന്നെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം റബീഉൽ അവ്വൽ 12 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മാത്രമല്ല, അവിടുത്തെ വഫാത്ത് നടക്കുന്നത് റബീഉൽ അവ്വൽ 12 മാത്രമല്ല, അവിടുന്ന് ഹിജ്റ പോകുന്നതും റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട് ധാരാളം സംഭവവികാസങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത്
റബീഉൽ അവ്വൽ 12 കൂടുതൽ വെളിച്ചമുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ, പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് നടന്നതാണ് റബീഉൽ അവ്വൽ 12, പിന്നെ നിങ്ങളെന്തിനാണ് ആഘോഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ ഉറക്കെ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മികച്ച സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് റബീഉൽ അവ്വൽ 12 പിന്നെ ചില ആളുകൾ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ചിലപ്പോൾ സലഫികളൊക്കെ പറയും റമളാനിനാണ് മുത്തുനബിൻ്റെ ജനനം എന്ന അഭിപ്രായം ഇല്ലാതില്ല. കുറച്ചാളുകൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം, മെജോറിറ്റി ആളുകളും പറഞ്ഞത് റബീഉൽ അവ്വൽ 12 അതുകൊണ്ടാണ് ഇമാമുമാരൊക്കെ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം വരും, ചന്ദ്രനേക്കാളും വലിയ തെളിച്ചവും വെളിച്ചമൊക്കെ ഉള്ളത് സൂര്യനാണല്ലോ, ഇപ്പോൾ സൂര്യൻ ഇന്നെന്താ പറയാത്തത്? ഖമറുൽ ഉലമ എന്നല്ല ഷെയ്ഖുന ഉസ്താദിനെ പറയുന്നത്. അള്ളാഹു തആല ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് ജമാലിയത്തിൻ്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചന്തമുള്ളവരാണ്. സൂര്യനെ എന്ന് പറഞ്ഞ് നമ്മൾ ചന്തത്തിന് നോക്കിക്കലില്ല. ഞാൻ സൂര്യനെ ഇങ്ങനെ നോക്കിക്കലുണ്ടില്ല, എല്ലാവരും നോക്കൽ ചന്ദ്രനെ നോക്കി വെക്കും. 14 രാവിലെ ചന്ദ്രൻ ഉദിച്ച അന്നത്തെ ആകാശത്തിന് എന്തൊരഴകാണ്, നല്ല ചൊറുക്കുള്ള ദിവസമാണെന്ന്. അന്നത്തെ ഓരോ ഇലകൾക്കും പ്രത്യേക രസമായിരിക്കും. ഈ ഭംഗി എവിടെ നിന്നാണ് വരുന്നത്? ഭംഗി കൊടുക്കുന്നത് സൂര്യൻ തന്നെയാണ്. സൂര്യൻ്റെ വെളിച്ചാണ് ചന്ദ്രനിലേക്ക് തട്ടുന്നതെങ്കിലും ഒരു ജമാൽ, ഒരു ബ്യൂട്ടി, ഒരു എസ്തെറ്റിക് ടച്ച് ചന്ദ്രൻ്റെ വിഷയത്തിലുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഖമറ നബിയിൽ ഹുദ, ലോകത്തിന് വഴികാട്ടിയായി നന്മ നൽകാനായി വന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഖമറായി ഉദിപ്പിച്ച അള്ളാഹുവാണ് പരിശുദ്ധൻ. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഞാൻ വിശാലമായി ഓരോന്നോരോന്ന് പറയുന്നില്ല. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. പിന്നെ എങ്ങനെയുള്ള അള്ളാഹുവാണ്? അള്ളാഹുവിൻ്റെ പ്രത്യേകത ഇങ്ങനെ പറയാണ് മുത്തുനബിയുമായി ബന്ധപ്പെട്ട്, വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് മുന്നേ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ സൃഷ്ടിച്ചവനാണവൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ആദ്യത്തെ സൃഷ്ടി അതാരാണ്? നൂറ് നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അവിടുത്തെ നൂറാണ് ലോകത്തിലെ ആദ്യത്തെ സൃഷ്ടി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആലമിൻ്റെ മുമ്പ്, ആലം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അത് നാടന്മാരായ ആളുകൾക്ക് മനസ്സിലാക്കാനും കൂടി പറയാം. ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ചാണ് ആലം എന്ന് പറയാം. അള്ള ഈ ആലമിൽ പെടൂല, അള്ള അല്ലാത്തതിനെ സംബന്ധിച്ചാണ് ആലം എന്ന് പറയാം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആദ്യത്തെ സൃഷ്ടി, വേറെ എന്തുണ്ടാക്കുന്നതിന് മുമ്പ് അള്ള ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂരി, ആദ്യമായി അള്ള സൃഷ്ടിച്ചത് എൻ്റെ നൂറിനെയാണ്. ഫഇന്നഹു സജദ ലില്ലാഹി സിനീന, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറ് സൃഷ്ടിച്ച ആ സമയം മുതൽ വർഷങ്ങളോളം ഈ നൂറിൻ്റെ പണി എന്താണ്? അള്ളാഹുവിന് സുജൂദ് ചെയ്യലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഹബീബ് ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, കം അമ്മർത മിനസ് സിനീൻ, എത്ര കാലമായി, എത്ര വർഷമായി എന്ന് ചോദിച്ചു. യാ റസൂൽ അല്ലാഹ്, ജിബ്രീൽ പറഞ്ഞു, ലസ്തു ആലം, എനിക്കതിൻ്റെ എണ്ണ അറിയില്ല, അത് കൃത്യമായിട്ട് പറയാനറിയില്ല. അത്രത്തോളം വർഷം, അത്രത്തോളം കാലം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അള്ളാഹുവിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത്, ലൗലാക്ക, തങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ ഖലഖ്തുൽ അഫ്ലാഖ്, അള്ളാഹുവിൻ്റെ ഹബീബ് ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചമൊക്കെ വന്നത്. അത് പറയാൻ നമുക്കൊരു മടിയും വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയത്. അള്ളാഹുവിൻ്റെ ഹബീബ് ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയത്, നമുക്ക് ഉമ്മാനെ കാണാൻ പറ്റിയത്, ഉപ്പാനെ കാണാൻ പറ്റി. എന്തൊക്കെ സുഖം, മനസ്സിൽ ഹാപ്പി തോന്നുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരേ ഒരു കാരണം ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. ഇത് പറയുമ്പോൾ സലഫികൾക്ക് പറ്റൂല, റസൂലുള്ളാഹിൻ്റെ നൂറല്ല ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് പലപ്പോഴായി അവർ പറയാറുണ്ട്.
ധാരാളം തെളിവുകൾ ഇതിന് ഇമാമുമാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബിയെ സൃഷ്ടിച്ച ഉടനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ അവിടുത്തെ വാരിയെല്ലുകൊണ്ട് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. ഫമദ്ദ യദഹു ഇലൈഹ, ഹവ്വാ ബീവിയെ കണ്ടപ്പോൾ ആദം നബി കൈ ഇങ്ങനെ നീട്ടി. അപ്പോൾ അള്ളാഹു താല പറഞ്ഞു, പറ്റൂല, ഹവ്വാ ബീവിയെ സ്വന്തമാക്കണമെങ്കിൽ എന്ത് വേണം? കല്യാണം കഴിക്കണം, മഹർ കൊടുത്തിട്ട് കല്യാണം കഴിക്കണം. ആദം നബി ചോദിച്ചു, വമൽ മഹ്റു യാ റബ്ബ്, എന്ത് മഹറാണ് ഞാൻ കൊടുക്കേണ്ടത്? മഹർ കൊടുക്കണമെങ്കിൽ പരിചയം വേണമല്ലോ, അങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ മറുപടി, എൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ? ആദം നബിയെ സൃഷ്ടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദം നബിക്ക് ഹവ്വാ ബീവിയെ കല്യാണം കഴിക്കാനുള്ള കാരണം മുത്തുനബിൻ്റെ സ്വലാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കല്യാണം നടന്നതുകൊണ്ടാണ് നമ്മളെ ഉപ്പാപ്പമാരുണ്ടായത്, നമ്മളുണ്ടായത്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കല്യാണത്തിന് കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്താണ്. അത് ചൊല്ലിയത് കൊണ്ടാണ് ആദം നബിക്ക് പിന്നെ പരമ്പരകൾ ഉണ്ടായത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ കാണാം, എന്നോട് കൂടുതൽ അടുക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് മൂസാ നബിയോട് ചോദിക്കുമ്പോൾ മൂസാ നബി പറയുന്നുണ്ട്, എനിക്ക് കുറച്ചും കൂടി അടുക്കണം. എങ്ങനെ അടുക്കേണ്ടത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോൾ മൂസാ നബിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, എൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് എല്ലിയാൽ എന്നോട് അടുക്കാൻ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. അസ്സലാത്തു അലയ്യ നൂറും ഫിൽ ഖൽബി വനൂറും ഫിൽ ഖബരി വനൂറുൻ അല സിറാത്ത്. കൽബിലേക്കുള്ള വലിയ വെളിച്ചമാണ് സ്വലാത്ത്. കൽബിൻ്റെ വെളിച്ചമാണ്, മനസ്സിന് സമാധാനം കിട്ടും സ്വലാത്ത് എല്ലിയ. അള്ളാഹു സ്വലാത്ത് കൊണ്ട് കൽബും നാവും ജീവിപ്പിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വനൂറും ഫിൽ ഖബരി, ഖബറിലേക്ക് വെളിച്ചാണ്. നമ്മൾ ഷുക്കൂർ ഹാജി, അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. ബൂസൂരി ഇമാമിൻ്റെ ചാരത്ത് കിടക്കാൻ പറ്റി. എങ്ങനെയാണ്? സ്വലാത്തിൻ്റെ ഖാദിമായതിൻ്റെ പേരിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ബൂസൂരി ഇമാമിൻ്റെ ഹളറത്തിലേക്ക് പോയ ഒരാൾ ഒരുപാട് അമ്പിയാക്കളെ സിയാറത്ത് കഴിഞ്ഞ് മഹാന്മാർ സിയാറത്ത് ചെയ്ത് ബൂസൂരി ഇമാമിന് അടുത്ത് തന്നെ കിടക്കാനും പറ്റി, മരിക്കാനും പറ്റി, അവിടെ തന്നെ കിടക്കാനും പറ്റി. എന്തൊരു ഭാഗ്യമാണ്! എങ്ങനെയാണ് ഈ ഭാഗ്യം കിട്ടുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണിത്. ഇത് വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശാലമായി കടക്കുന്നില്ല. ഔജദ ഖൽഖഹു ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. എന്നിട്ട് ആ നൂറിന് തന്നെ മുഹമ്മദ് എന്ന പേര് വെച്ചു. മുഹമ്മദ് എന്ന പേര് ആ നൂറിന് തന്നെ വെച്ചു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആദ്യത്തെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് അഹദിലേക്ക് മീമ് കൂട്ടിയിട്ട് അഹ്മദ് എന്ന പേരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായിട്ട് ഇട്ടത്. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ തന്നെ ഒരുപാട് അത്ഭുതമുണ്ട്. അഹ്മദ് എന്ന പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മറ്റൊരാൾക്കും അഹ്മദ് എന്ന പേരില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുൻകാലത്തും അഹ്മദ് എന്ന പേരില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം സീബവൈഹി തങ്ങളുടെ ഷെയ്ഖ് അഹ്മദ് എന്ന ഷെയ്ഖ് എത്തുന്നത് വരെ ചരിത്രത്തിൽ അഹ്മദ് എന്ന പേരുള്ള മറ്റൊരാളെ കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതൊരു യുണീക്ക് നെയിമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ അത് വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനമാണ്. അതാരും മനപ്പുറം ഇടണ്ടെന്ന് പറഞ്ഞല്ല, ഇടാൻ തോന്നിപ്പിച്ചില്ല റബ്ബ്. അഹ്മദ് എന്ന പേര് എൻ്റെ ഹബീബിന് മാത്രം മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ മുഹമ്മദ് എന്ന പേരും, ഈ മുഹമ്മദ് എന്ന പേരാണല്ലോ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. മുഹമ്മദ് എന്ന പേരിൽ അത്ഭുതമുണ്ട്. മുഹമ്മദ് എന്ന പേര് നേരത്തെ ഇട്ടതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെല്ലിപ്പാക്കും ചില ആളുകൾക്കെല്ലാം സ്വപ്നം കണ്ടല്ലോ, ഒരു പ്രവാചകൻ വരാനുണ്ട്, മുഹമ്മദ് എന്ന പേരാണ്. അബ്ദുള്ള എന്നവരുടെ മകനായിട്ട് മുഹമ്മദ് എന്നൊരാൾ വരാനുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലാണ്, മക്കത്ത് ജനിക്കാണ്ട്. ഇത് കേട്ടപ്പോൾ, ഇത് ശരിക്കും മനസ്സിലാക്കണം, ഇത് കേട്ടപ്പോൾ അക്കാലഘട്ടത്തിലെ മക്കയിലെ ചില പെണ്ണുങ്ങൾ ജനിക്കുന്ന കുട്ടിക്ക് എന്ത് പേരിട്ടു? മുഹമ്മദ് എന്ന് പേരിട്ടു. എന്തിനാണത്? ആ പ്രവാചകൻ എൻ്റെ മോനെന്നായിക്കോട്ടെ എന്ന്, ആ പ്രവാചകൻ എൻ്റെ മോനെന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വരുന്നുണ്ട് എന്നൊരു പ്രവചനം വന്നപ്പോൾ ചില പെണ്ണുങ്ങൾ അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിട്ടു. ഏകദേശം 20 ഉമ്മമാർ അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. 20 ആൾക്കാർ. അവിടെയും ഒരു അത്ഭുതം അല്ലാഹു തആല അവിടെ നടത്തി. ഈ 20 പേരിട്ട ഉമ്മമാരും അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടില്ല. എന്തിന്? എൻ്റെ മോൻ എൻ്റെ നബി ആയിക്കോട്ടെ, റസൂൽ ആയിക്കോട്ടെ എന്ന്. പക്ഷേ ആ ഉമ്മമാരുടെ, ഈ കുട്ടികളുടെ ഒരു വാപ്പയും
അബ്ദുള്ള എന്ന് പേരുള്ള ഒരു വാപ്പ ഉണ്ടായിട്ടില്ല എന്ന്. അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ഇൻ കേസ് ഏതെങ്കിലും ഒരു അബ്ദുള്ളാൻ്റെ മോനാണ് ഈ ഉമ്മ ഇങ്ങനെ മുഹമ്മദ് എന്ന് പേരിട്ടാൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അവിടെയും അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹ് ഇങ്ങനെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ പേരിട്ട ഉമ്മമാരുടെ ഒരു ഭർത്താവിൻ്റെ പേര് അബ്ദുള്ള എന്ന് അള്ളാഹു തആല കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. വല്ലാഹു യഅസിമുക മിനന്നാസ് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും കാര്യമില്ല, ഏത് കാർട്ടൂൺ വരച്ചിട്ടും കാര്യമില്ല. എൻ്റെ ഹബീബിനെ സംരക്ഷിക്കുക എന്നുള്ളത് അത് എൻ്റെ ദൗത്യമാണ് എന്ന ചിന്തമാണ് ജഗനിയന്താവായ അള്ളാഹുവിനുള്ളത്. അത്രക്കും പവർ. ഫസമ്മീഹി മുഹമ്മദ, മുഹമ്മദ് എന്ന പേര് അള്ളാഹുവിൻ്റെ ഹബീബ്. വസമ്മാഹു മുഹമ്മദ, മുഹമ്മദ് എന്ന പേര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ നൂറിന് അതിട്ടു. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ല, പലവരും മക്കളുള്ള ആളുകളുണ്ടാവും. മക്കൾ ഇല്ലാത്തവർക്ക് അല്ലാഹു തആല നല്ല മക്കളെ കൊടുക്കട്ടെ, ഉള്ള മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. ആൺകുട്ടികളാണെങ്കിൽ മുഹമ്മദ് എന്ന പേരിടൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളെങ്കിലും മുഹമ്മദ് എന്ന് പേരിടണം. ഇത് നമ്മളിങ്ങനെ മുഹമ്മദ് എന്ന് ഫസ്റ്റ് ഇടും, പിന്നെ വേറെ എന്തെല്ലോ പേരിടും. അങ്ങനല്ല, മുഹമ്മദ് തന്നെ ഉണ്ടായിക്കോട്ടെ, ബഹുമാനിക്കേണ്ടി വരും. ഒരുപാട് ഹദീസുകൾ, ഒരു ഹദീസ് പറയാം. മൻ വുലിദ ലഹു സലാസത്തു ഔലാദിൻ ഫലം യുസമ്മി അഹദഹും മുഹമ്മദൻ ഫഖദ് ജഹില സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾക്ക് 3 കുട്ടിയുണ്ടായി, അതിൽ ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടാത്തവൻ ഓൻ പമ്പര വിഡ്ഢിയാണെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി. ചില ഹദീസിൽ കാണാം ഫഖദ് ജഫാനി, ഓൻ ജഫാ ഉള്ള ആളാണെന്ന്, ഒരു ഉണക്കനാണ്, ഒന്നിനും പറ്റാത്ത വിവരദോഷിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വേറൊരു ഹദീസിൽ കാണാം മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദൻ ഹുബ്ബല്ലി വതബറുകൻ ബിസ്മി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. ഇത് പ്രതീക്ഷ നൽകുന്ന ഹദീസാണ്. ഒരാൾക്കൊരു കുട്ടിയുണ്ടായി, എന്നിട്ട് അയാൾ ഫസമ്മാഹു മുഹമ്മദ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ട്. എന്തിനാണ്? ഹുബ്ബല്ലി, എന്നോടുള്ള പ്രിയം, വ തബറുക്കം ബിസ്മി, എൻ്റെ പേരിനോടുള്ള ബർക്കത്ത്, ഇത് ഉദ്ദേശിച്ചിട്ട്. എന്നാൽ കാന ഹുവ വ മൗലൂദുഹു, ആ കുട്ടി മാത്രമല്ല, കുട്ടിക്ക് പേരിട്ട ഉപ്പയും ഫിൽ ജന്ന സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഭാഗ്യമാണ്. നമ്മൾ ഈ ബൈപ്പാസ് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളെ ഈ ഇബാദത്തൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, ഖൈറിൻ്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ഈ ബൈപ്പാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനത്തെ വഴികൾ, എളുപ്പ വഴികൾ, ജനിക്കുന്ന കുട്ടിക്ക് എന്താ ചെയ്യുക? മുഹമ്മദ് എന്ന് പേരിടുക. SSF പ്രത്യേകിച്ച്. ഞാൻ എൻ്റെ 3 മക്കൾക്ക് പേരിട്ടത്, 1ാമത്തെ മോളെ പേര് മറിയം, 2ാമത്തെ മോളെ പേര് ആയിഷ, 3ാമത്തെ മോളെ പേര് ഫാത്തിമ. എനിക്ക് ഫാഷനുള്ള പേര്, നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കുമല്ലോ പേര്, ഫാഷനിലെ പേരിടാൻ തന്നെ. അത് പെണ്ണുങ്ങളോട്, പരേലത്തെ സ്ത്രീകളോട് യുദ്ധം ചെയ്തിട്ടാണ് ഈ പേര്, ഒറ്റ പേര് ഇട്ടിട്ടുള്ളൂ. അത് കൂട്ടിക്കൂടെ എന്ന് കച്ചറുണ്ടാക്കി, ഇല്ല കൂട്ടൂല എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ ആൾക്കാർ മോള് വലുതാകുമ്പോൾ സ്കൂളിലെല്ലാം എന്തെല്ലാം പുതിയ പേര് കേൾക്കുമ്പോൾ അവർക്ക് നാണക്കേടാവില്ല. അത് വലിയൊരു വർക്കത്താണത്. അല്ലെങ്കിൽ ആ പേരാ വിളിക്കുക, ഈ പേരുണ്ടാവില്ല. മുഹമ്മദ് പേരിട്ടിട്ട് കൂട്ടിയാൽ ആ കൂട്ടിയ പേരാണ് നമ്മൾ വിളിക്കുക, ഈ മുഹമ്മദ് അവിടെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ SSFൻ്റെ ആളുകൾ, നിങ്ങൾ ടീം മഹബൻ്റെ ആളുകൾ, ഈ മഹബ ആരുടെ മഹബയാണ്? ആരംഭപ്പൂവായ പുന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകാത്തത്, എനിക്ക് അതിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം കുറച്ച് പറയാമെന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം, ഒരാൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് മാത്രമുള്ള പേര് ഈ മഹബൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കണം. മഹബൻ്റെ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ കുട്ടികളുണ്ടാക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പേരിടണം. ഇൻഷാ അല്ലാഹ് ഐ ആം റെഡി എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് കൈബന്ധിച്ച് ഇൻഷാ അല്ലാഹ്. കല്യാണം കഴിക്കാത്തവർക്ക് ആഗ്രഹിക്കാമല്ലോ. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ പേര് മുഹമ്മദ് തന്നെ ആയിരിക്കണം, അല്ലേ? മുഹമ്മദ് എന്ന പേരുള്ള കുട്ടീനെ അടിക്കാൻ പാടില്ല എന്ന് ഇമാമുമാർ പറഞ്ഞില്ലേ? മുഹമ്മദ് എന്ന പേരുള്ള കുട്ടി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. ആ പേരിന് അങ്ങനെ മഹത്വമുണ്ട്. നിങ്ങൾ പേര് ഒലക്കൻ്റെ മുഖ്യ പേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേര് എന്ന് പറഞ്ഞാൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് മലയാളത്തിൽ പറയും. പേരിൽ പലതും ഉണ്ട്. പേര് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളേണ്ടതല്ല. ഒരു സ്വഹാബത്തിൻ്റെ പേരിട്ട് ആ സ്വഭാവം അവർക്കുണ്ടാവും. ബഹുമാനപ്പെട്ട നുഐമാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ ഒരു വലിയൊരു സ്വഹാബിയാണ്, കൊമേഡിയനായൊരു സ്വഹാബിയാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര കോമഡി പറയുന്ന. അപ്പം ഞങ്ങളെ മജ്മഅയിൽ പഠിക്കുന്ന സമയത്ത് നുഐമാനോ ഭയങ്കര കോമഡിയാണ്. ആ പുസ്തകം പറഞ്ഞാണ് ഇത് മറ്റേ സ്വഭാവത്തിൽ നിന്ന് വന്നായിരിക്കും. ആ സ്വഹാബ നുഐമാൻ എന്നുള്ള, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത്, നുഐമാൻ റളിയല്ലാഹു അത്രയ്ക്ക് രസകരമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്.
അനസ് എന്നുള്ള സ്വഹാബി അറിയുമല്ലോ, ഖാദിമായിരുന്നു ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അപ്പോൾ ഖാദിമാവാനുള്ള പേരിലെങ്കിലും നമുക്ക് ഖാദിമാവാൻ അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പേരൊക്കെ നമ്മൾ ആ രൂപത്തിൽ തന്നെ ചിന്തിക്കണം, വേറെ ഒന്നും ഇടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളൊക്കെ ആയല്ലോ. പെൺകുട്ടികൾക്ക് ഒരു കുട്ടിക്കെങ്കിലും നമ്മൾ ഫാത്തിമ എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ പിന്നെ മുത്തുനബിൻ്റെ ആളായിട്ട് നമ്മൾ മാറൂലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാരാണ്? ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു, പിന്നെ ആമിന ബീവി റളിയല്ലാഹു. അപ്പോൾ അതിലൊന്നും ഒരു മോശത്തരമില്ല. ആ മോശത്തരം എന്ന് പറഞ്ഞാൽ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നമ്മളത് മറികടന്നിട്ടുണ്ടാക്കണം. നമ്മളാണത് ചേഞ്ച് ചെയ്യേണ്ടത്. ആൾക്കാർ പറയുന്നതനുസരിച്ച് നമ്മൾ നടക്കല്ലേ വേണ്ടത്. അപ്പോൾ പേര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഷബീബ് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതിപ്പോൾ അർത്ഥം വെച്ചിരിക്കുന്ന പോകേണ്ടി വരും. ഒരു ഹദീസല്ല, അത് സമയം വളരെ കുറവായതുകൊണ്ട്. വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദ. മാത്രമല്ല നേരത്തെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ് സൃഷ്ടിച്ചെങ്കിലും വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദ. വഅഖ്റജഹു ഫി ആഖിരി സമാൻ, കാലഘട്ടത്തിൻ്റെ അവസാന സമയത്ത് ആ നൂറിനെ അള്ളാഹു പുറപ്പെടുവിച്ചു. കമാ ഖദ്ദറ വഅബ്ദ, അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ച് ആ നൂറിനെ പുറത്തേക്ക് കൊണ്ടുവന്നു സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. അവസാന കാലഘട്ടത്തിൽ, അത് നമ്മൾ പേടിപ്പിക്കുന്നൊരു വാക്കാണ്, അവസാന കാലഘട്ടത്തിലാണ് മുത്തുനബി ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ ആഖിറുസ്സമാൻ എന്ന് പറയാൻ കാരണം എന്താ? 1400 കൊല്ലമായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അതിനേക്കാൾ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടക്കുന്നത് ദുനിയാവിൻ്റെ മൊത്തം ഡ്യൂറേഷൻ്റെ 2/3 കഴിഞ്ഞതിന് ശേഷമാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ആഖിറുസ്സമാൻ എന്ന് പ്രയോഗിക്കാനൊരു കാരണമുണ്ട്. അത് ദുനിയാവിൻ്റെ, അതായത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, ലാസ്റ്റ് വരെ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ 2/3 ഭാഗം തീർന്നതിന് ശേഷമാണ് മുത്തുനബി വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആഖിറുസ്സമാൻ ഇനിയും കുറച്ചും കൂടി സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നർത്ഥം. 2/3 മുത്തുനബിൻ്റെ പ്രസവത്തിൻ്റെ വിലാദത്തിൻ്റെ സമയത്ത് തന്നെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇമാമുമാരങ്ങനെ പ്രത്യേകമായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദ വഅൽബസഹു. പിന്നെ എങ്ങനെയുള്ള അള്ളാഹുവാണ് വഅൽബസഹു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ധരിപ്പിച്ചു ഖിൽഅത്തൽ ജമാലി, സൗന്ദര്യത്തിൻ്റെ വസ്ത്രത്തെ. ഖിൽഅത്ത് എന്ന് പറഞ്ഞാൽ സൗബ് എന്നാണ് അർത്ഥം. സൗന്ദര്യത്തിൻ്റെ വസ്ത്രത്തെ ജനിപ്പിച്ചു. അല്ലത്തി, എങ്ങനെയുള്ള വസ്ത്രമാണ്? ലം യൽബിസ്ഹ അഹദ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഓതണം ലം യുൽബിസ്ഹ അഹദ, മറ്റൊരാൾക്കും ധരിപ്പിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരാളും ധരിച്ചിട്ടില്ലാത്ത സൗന്ദര്യത്തിൻ്റെ വസ്ത്രമാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പിന്നെ അണിയിച്ചിട്ടുള്ളത്. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. അതിലേക്ക് ഞാൻ കടക്കണില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ കവച്ചു വെക്കുന്ന ഒന്നുമില്ല. അത് ലോകം അംഗീകരിച്ചതാണ്. ഫമാ വലദത് ഹവ്വാഉ മിൻ സുൽബി ആദമി വലാ ഫീ ജിനാനിൽ ഖുൽദി മിസ്ലൂക ആഖറു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വല്യുമ്മയായ ഹവ്വ ഉമ്മ പെറ്റ ഒരു മക്കൾ പോലും ഹബീബിനോട് കിടപിടിക്കുന്ന രൂപത്തിൽ ഒരാളുമില്ല. അത്രക്കും വലിയ ഉയർന്ന അവസ്ഥയിലാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തആല അത് കാണാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. എന്നിട്ട് സൈനുദ്ദീൻ മഖ്ദൂം പറയാണ്, അതിങ്ങനെ വിശദീകരിക്കുകയാണ്. ഫവുലിദ, അള്ളാഹുവിൻ്റെ ഹബീബ് പ്രസവിച്ചു. ബിവജ്ഹിൻ, ഒരു മുഖമായിട്ടാണ്. എങ്ങനത്തെ മുഖം എന്നറിയോ? അഖ്ജല ഖമറൻ വഫർഖദ. അഖ്ജല ഖമറൻ വഫർഖദ, ചന്ദ്രൻ പോലും നാണിച്ചു പോകുന്ന രൂപത്തിലുള്ള ഭംഗിയുമായിട്ടാണ് ഹബീബ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫർഖദ, ഫർഖദാൻ എന്ന് പറഞ്ഞാൽ ഉത്തരധ്രുവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, ഉത്തരധ്രുവത്തിൽ ഉദിക്കുന്ന നക്ഷത്രത്തെ സംബന്ധിച്ചാണ് ഫർഖദ് എന്ന് പറയുന്നത്. അഖ്ജല എന്ന് പറഞ്ഞാൽ നാണിപ്പിക്കുന്ന രൂപത്തിൽ. ഖമറൻ വഫർഖദ, എല്ലാ നക്ഷത്രങ്ങളും എല്ലാം എന്ത് ചെയ്യും? നാണിച്ചു പോകും ഹബീബിൻ്റെ സൗന്ദര്യത്തിന് മുമ്പിൽ.
അത്രക്കും വലിയ സൗന്ദര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖമർ എന്നുള്ള പ്രയോഗത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഖമർ എന്നുള്ള പ്രയോഗം വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ചന്ദ്രനില്ലാത്ത ദിവസം നമ്മൾ നക്ഷത്രമൊക്കെ കാണാൻ പറ്റും. ചന്ദ്രനേക്കാളും പ്രകാശമുള്ള നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്, ചന്ദ്രനേക്കാൾ വലിയ പ്രകാശമുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ചന്ദ്രൻ ഉദിച്ച അന്ന് ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം ഒന്നും കാണാൻ പറ്റൂല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ഒരു പോയിൻ്റാണ് ഖമർ എന്ന് ഹബീബിനെ വിശേഷിപ്പിക്കാൻ കാരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദിച്ചാൽ പിന്നെ അതുവരെയുള്ള എന്ത് പ്രകാശം ഉണ്ടായിട്ടും കാര്യമില്ല, സൂര്യനും എല്ലാവരും ആ പ്രകാശത്തിൻ്റെ മുമ്പിൽ മങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഖമർ എന്ന പ്രയോഗം വന്നത്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവിടുത്തെ അറിയാനും പറയാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി സമയമായില്ലേ? ബാങ്ക് എത്ര? 52 അല്ല, ഇനി സമയമായി. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് അല്ല ആയല്ലേ? അല്ല, ഇനിയിപ്പോൾ എന്താ വേറെ വിഷയം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ ഖമറൻ വ ഫർഖദ, ആ ഖമറിൻ്റെ ഒരു അർത്ഥം അത് വിശാലമായ അർത്ഥമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ചില പണ്ഡിതന്മാർ ഒരു ചർച്ച അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റബീഉൽ അവ്വലിലെ ഫജറിനോടടുത്ത സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലാദത്തുണ്ടായത്. നമ്മളിവിടെ ഒരു ചർച്ച നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് മസാലയും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയണം. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഫീഹി ഉലിത്തു എന്നാണ്, തിങ്കളാഴ്ചയാണ് ഞാൻ പ്രസവിച്ചത്. അപ്പം നോമ്പ് എപ്പോഴും പകലാണ്, രാത്രി നോമ്പുണ്ടാവില്ലല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈലത്തെ മൗലിദ്, രാത്രിയാണ് മുത്തുനബി തങ്ങൾ ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞാൽ പകലിലുമാണ്. അപ്പോൾ പകലിലാണോ ജനിച്ചത്? കൺഫ്യൂഷൻ മനസ്സിലായില്ലേ? തിങ്കളാഴ്ച നോമ്പ് സുന്നത്താവാൻ കാരണം എന്താ? തിങ്കളാഴ്ചൻ്റെ പകലത്തെ ആ ടൈമിൽ മുത്തുനബിൻ്റെ വിലാദത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് പ്രയോഗങ്ങളിലൊക്കെ കാണുന്നത് രാത്രി, ഖമറൊക്കെ ഉദിക്കണ രാത്രിയാണല്ലോ, അപ്പോൾ രാത്രിയാണ്. അപ്പോൾ രാത്രിയും പകലും കൂടി ഇത് പറ്റുമോ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മഹാന്മാർ അതും മനസ്സിലാക്കിയിട്ട് വിശദീകരിച്ചിട്ട് പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രസവം ഖുബൈലൽ ഫജ്രി, ഫജറിൻ്റെ തൊട്ട് മുമ്പാണ്, പകലിൻ്റെ തൊട്ട് മുമ്പാണ്. ആ പ്രകാശത്തിൻ്റെ അനുരണനങ്ങൾ, ആ രാത്രിയുടെ ബറക്കത്ത് അന്നത്തെ പകലിനും കൂടി കിട്ടിയെന്നുള്ളതാണ്. പിന്നെ നമ്മളെ അറബി ചാന്ദ്രിക വർഷപ്രകാരം നമ്മൾ ദിവസം കൂട്ടൽ എപ്പം മുതലാണ്? മഗ്രിബ് മുതലാണ്. പറഞ്ഞാൽ മനസ്സിലായി? മഗ്രിബ് മുതലാണ് ദിവസം കൂട്ടൽ, പിറ്റേന്ന് മഗ്രിബ് വരെയാണ്, അല്ല നമ്മൾ പകൽ മുതലല്ല. അപ്പോൾ അതേ അർത്ഥത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അത് തിങ്കൾ പകലും രാത്രിയൊക്കെ വലിയ പവറാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് മഹബത്തുണ്ടാക്കുന്ന വഴികൾ നമ്മൾ അന്വേഷിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് തിങ്കളാഴ്ച നോമ്പ്. ഞാൻ നോക്കലില്ല, അപ്പം നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട. പറ്റുന്നവർ നോക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകണം. നമ്മളെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നോക്കലുണ്ട്. ഇപ്പോൾ പുതിയ കുട്ടികൾ ഒഴിച്ചിട്ട് ഇപ്പോൾ നോക്കലുണ്ട്. എന്നാലും ഞാൻ നോക്കലില്ല. ആരോഗ്യപരമായ പ്രശ്നവും പിന്നെ വേറെ ബുദ്ധിമുട്ടുമുണ്ട്. അതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് ശീലമായതുകൊണ്ട് നോക്കല്ലേ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട, നോക്കലില്ല. പക്ഷെ അത് വലിയൊരു വഴിയാണ്. എന്തിലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുക എന്നുള്ളത് അത് നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അത് കിട്ടാനുള്ള വഴി ഏറ്റവും നല്ല സമയത്താണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളെ മജ്ലിസ്, ഈ ഒരുമിച്ച് കൂടലൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ വഴിയിലേക്ക് കടന്നാൽ, ആ വഴിയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നമുക്ക് ലഭിക്കുന്നതൊക്കെ വളരെ എളുപ്പമാവും. ഞാൻ ഒറ്റ സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ അല്ലാഹു തആല ദറജയേറ്റി കൊടുക്കട്ടെ. ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, വായിച്ചവരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇല്ല, അത് എഴുതിയിട്ടില്ല, അത് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാക്ക ഇങ്ങനെ ചോദിച്ച്, പിന്നെ ഇങ്ങനെ രാത്രി എപ്പോഴും പറയും റസൂലുള്ളാഹിനെ കാണുന്നതിനെപ്പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എപ്പോഴെങ്ങനെ കാണുക, ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, എപ്പോഴാണ് കാണുക, എങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെ നിരന്തരം ചോദിച്ചാൽ തന്നെ പിന്നെയും ചോദിക്കും. അതിങ്ങനെ പറയാൻ നല്ല രസമാണ്, അവതരിപ്പിക്കും, നല്ല രസമായിട്ട് അവതരിപ്പിക്കും കണ്ട രംഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വിചാരിക്കുമ്പോൾ കാണോ, പിന്നെ എപ്പോഴാണ് കാണുക, എത്ര കൂറി കണ്ടിരുന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ആ മറുപടി ഞാൻ ഇപ്പോൾ അടുത്തറിഞ്ഞാണത്. ആ മറുപടി വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന മറുപടിയായിരുന്നു. അപ്പോൾ പറഞ്ഞത്, നീ എന്ത് വിചാരിച്ചിന്, നമ്മൾ കാസർഗോഡ് ഭാഷയിൽ, നീ എന്ത് വിചാരിച്ചിന്, എനിക്ക് റസൂലുള്ളാഹിനെ കാണണമെന്ന് ഉറങ്ങൊന്നും വേണ്ടാന്ന്, എനിക്ക് ഹബീബ് ഉറങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ വിചാരിക്കുമ്പോൾ ഹബീബ് എൻ്റെ അടുത്തേക്ക് വരും സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു തആല ഹബീബിനെ എനിക്കങ്ങനെ ആക്കിത്തന്നിന്, അത് വലിയ നിഅമത്ത് അല്ലാഹു തആല എനിക്ക് ചെയ്തിന്. അത് ഞാൻ അറിഞ്ഞ ഈ 10 ദിവസം മുമ്പാണ്, എനിക്ക് ആ വിഷയം അറിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു എൻ്റെ കൽബിലേക്ക് മുത്തുനബി അങ്ങനെ ആക്കി തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തിട്ട് ഖൈറിൻ്റെ അഹ്ലുകാരിൽ പെടുത്തിട്ട്. ഞാനിതിൻ്റെ ഒരു എൻഡിങ്ങിൽ അത് പറയണമെന്ന് കരുതിയത്, നമ്മുടെ കൽബ് അതിന് പറ്റുന്നൊരു പരുവത്തിലേക്ക് എത്തണം. കൊതിച്ചിട്ടിങ്ങനെ കൊതിച്ച് ഹബീബായ തങ്ങളെ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റിയ ഒരു ഇജ്തിമാഅ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതിലുള്ള വഴികൾ അല്ലാഹു തആല എളുപ്പമാക്കട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.